അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗത്ത് ക്രോസ് ആയിട്ട് ലൈൻസ് വരച്ചിട്ടുണ്ട്. അപ്പം അത് നമുക്ക് കുറച്ചുകൂടി ഈസിയായിട്ട് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും ഭാഗത്ത് മാത്രമാണ് നമ്മൾ ആ ഒരു പേപ്പറിൽ വരച്ചിരിക്കുന്നത്. അപ്പം ബാക്കിയൊക്കെ നമ്മൾ സാധാരണ പോലെയാണ് കിടക്കുന്നത്. അപ്പം ഇത് പ്രത്യേകിച്ച് അറിയേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്രോസ് ആയിട്ട് ലൈൻസ് വരച്ചെടുത്താൽ മാത്രം മതി. അത് നിങ്ങൾക്ക് അറിയായിരിക്കും, അവിടെ ഞാൻ കാണിക്കാത്തത്. അപ്പം നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് വരച്ച് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫുള്ളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് ആയിട്ട് ലൈൻസ് വരച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യാവുന്നതാണ്. ഞാനിപ്പം ഫേസിൽ മാത്രമായിട്ട് വരച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കണ്ണ്, മൂക്ക്, ആ ഒരു കാര്യങ്ങളൊക്കെ വരയ്ക്കുന്ന സമയത്തായിരിക്കും കൂടുതലായിട്ടും തെറ്റിപ്പോകാൻ ചാൻസ്. അപ്പം മുടി വരയ്ക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് ഞാൻ ഇപ്പം മെയിനായിട്ട് ഈ ഒരു ഫേസിൽ മാത്രമേ നമ്മൾ ക്രോസ് ആയിട്ട് ലൈൻസ് വരച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഫുള്ളായിട്ട് വേണമെങ്കിൽ വരയ്ക്കാം, ഇല്ലെങ്കിൽ ഇത്രമായിട്ട് നിങ്ങൾക്ക് വരച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ആ ഒരു ഭാഗമാണ് വരച്ച് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ കണ്ണ് വരയ്ക്കാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പം നിങ്ങൾ വരച്ച് തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ മാക്സിമം കണ്ണ് തന്നെ വരച്ച് തുടങ്ങാൻ ശ്രമിക്കുക. കാരണം കണ്ണ് വരച്ച് ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് വരയ്ക്കാനുള്ളൊരു ധൈര്യം ഉണ്ടാവും. അപ്പം മിക്കവർക്കും തെറ്റിപ്പോകാൻ ചാൻസ് ഏറ്റവും കൂടുതൽ കണ്ണ് തന്നെയായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ചെയ്യാം, ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ ഒരു ഗ്രിഡ് ലൈൻസ് വരയ്ക്കുന്ന നമ്മൾ ആദ്യം ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഒരെണ്ണം കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതുപോലെ ഗ്രിഡ് ലൈൻസ് വരച്ചെടുക്കാവുന്നതാണ്. ആ ഒരു മെത്തേഡും ആ ഒരു അളവും കാര്യങ്ങളും ആ ഒരു കോളംസും ഒക്കെയാണ് നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നത്, ഈ ഒരു ഡ്രോ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മതിയാകും. അപ്പം കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ച് പേരൊക്കെ കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഡ്രോയിങ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാവണം. അതുപോലെ തന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ഒരു ചാനൽ വഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്നും നിങ്ങൾ കണ്ട് നോക്കിയിട്ട് വരച്ച് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നതൊക്കെ ഉള്ളൂ. ഡ്രോയിങ് പഠിക്കാനുള്ള വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. മെയിനായിട്ട് നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാനൊരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യാനും കുറച്ച് ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഡ്രോയിങ് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും.